നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ചിലപ്പോൾ വ്യക്തികളാകാം, കുടുംബങ്ങളാകാം, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോ ഒരു സമൂഹമോ ആയിരിക്കാം. എന്നാൽ അതിനു പിന്നിലുള്ള അന്ധകാര ശക്തികളെ നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 16-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, പൗലോസിനെയും സംഘത്തെയും ഭാവി ഫലം പ്രവചിക്കുന്ന ഒരു പെൺകുട്ടി അസഹ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുറേ ദിവസം അത് മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ അസഹ്യപ്പെടുത്തൽ കൂടുതലായി വന്നപ്പോൾ പൗലോസ് ആ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞ് പറയുന്നത് ഇപ്രകാരമാണ്: അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന്. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിലാണ് നാം ഇത് വായിക്കുന്നത്. അവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു എന്ന്. തൽക്ഷണം ആ ദുഷ്ടാരൂപി ആ പെൺകുട്ടിയെ വിട്ടുപോവുകയും അവൾ സുഖം പ്രാപിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നാം ഈ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തുടർന്ന് വായിക്കുന്നുണ്ട് 16-ാമത്തെ അധ്യായത്തിൽ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വലിയ ദുഃഖങ്ങളിലൂടെയും വേദനകളിലൂടെയുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ വേദനയുടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക് ഒരുപക്ഷെ വിചാരിക്കുന്നത് ഇപ്രകാരമായിരിക്കാം: എൻ്റെ കുടുംബമായിരിക്കാം, എൻ്റെ ജീവിത പങ്കാളിയായിരിക്കാം, എൻ്റെ സുഹൃത്തായിരിക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതിന് പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തി, ആ സമൂഹം അങ്ങനെ നമ്മളോട് ഈ രീതിയിൽ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇതിൻ്റെ പിന്നിലെ അന്ധകാര ശക്തികളെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുന്ദരമായി നമ്മുടെ മുമ്പോട്ടുള്ള പ്രയാണം വലിയ സന്തോഷത്തിലായിരിക്കും. വർഷങ്ങളായിട്ട് വഴക്കടിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട്. എനിക്ക് പറ്റിയ ജീവിത പങ്കാളിയല്ല എനിക്ക് ലഭിച്ചത്, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് മാനുഷികമായി തന്നെ മനുഷ്യരോട് പോരാടിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ ഇന്ന് ധാരാളമാണ്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയിലൂടെ അന്ധകാര ശക്തികളെ നമുക്ക് നിർവീര്യമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ അന്ധകാര ശക്തികളെ നിർവീര്യമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല എന്ന്. സ്നേഹമുള്ളവരെ, ഒരു പിശാചുബാധിതനെ സുഖപ്പെടുത്തിയതിനു ശേഷം ഈശോ പറയുന്ന ഒരു രംഗമാണ് ഇവിടെ നാം കേൾക്കുന്നത്, വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ പ്രാർത്ഥനയിലൂടെ പരിത്യാഗത്തിലൂടെ മാത്രമേ നമ്മുടെ മുൻപിലുള്ള ചില ദുഷ്ടാരൂപികളെ, ദുഷ്ടശക്തികളെ നമുക്ക് എതിർത്ത് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ റീത്ത പുണ്യവതിയുടെ ജീവിതം നമുക്ക് അറിയാം. ഏകദേശം 16.5 വർഷം ജീവിത പങ്കാളിക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ച ഒരു പുണ്യവതി. 16.5 വർഷത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ ജീവിത പങ്കാളിയെ, പൗലോ മൻസീനിയെ വീണ്ടെടുക്കുവാനായിട്ട് ആ പുണ്യവതിക്ക് സാധിച്ചു എന്നുള്ളതാണ്. നിരന്തരമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഈ പുണ്യവതിക്ക് സാധിച്ചു എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇവിടെ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ഏതാനും ദിവസം, മാസങ്ങൾ, വർഷങ്ങൾ, 2-3 വർഷമൊക്കെ മാക്സിമം പിടിച്ചു നിൽക്കാം. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ജീവിത പങ്കാളിക്ക് വേണ്ടി ഇത്രയും വർഷം ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത് എന്താണ്? കാരണം എന്താ? എന്നെങ്കിലും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ആഴമായ ബോധ്യമാണ് ഈ റീത്തയെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചത്. അവസാനം വിശുദ്ധ റീത്തയായിട്ട് മാറുന്നത്. പിന്നീട്
ഏകദേശം 16.5 വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏകദേശം 2 വർഷം സന്തോഷമായിട്ട് ഇവർക്ക് ജീവിക്കുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഈ ജീവിത പങ്കാളി ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, വലിയൊരു മാനസാന്തരം, വലിയൊരു അടിമത്തം അത് കാണുവാൻ സാധിച്ചു, പ്രാർത്ഥിക്കുവാൻ സാധിച്ചു, പ്രാർത്ഥനയിലൂടെ തന്നെ നേരിടുവാനായിട്ട് സാധിച്ചു. ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ചില മാറ്റങ്ങൾ നമ്മിലും വരുന്നുണ്ട്. ഇതുപോലുള്ള വ്യക്തികളെ ഒന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമല്ല. ആ വ്യക്തികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഭയങ്കര വിഷമമാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ വരികയാണ് ചെയ്യുന്നത്. കാരണം എന്താ? ഇങ്ങനെയുള്ള വ്യക്തികളോട് ഒരു അനുകമ്പ കാണിക്കാനായിട്ട്, ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കാനായിട്ട്, അവരോടൊപ്പം യാത്ര ചെയ്യുവാനായിട്ട് ഒക്കെ നമ്മൾ തയ്യാറാകുന്നു. പതുക്കെ പതുക്കെ നാം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ,